ഒരു ബിരിയാണീൻ്റെ വില എത്രയാ? ഒരു 150 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപ, ഏറിപ്പോയ ഒരു 350 370 രൂപ. ഈ 370 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു ബിരിയാണിക്ക് വേണ്ടി ഒരു 22 വയസ്സുകാരനായ ഗുഡ്ഗാവിലുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് കൊടുക്കേണ്ടി വന്നത് അയാളുടെ കരിയർ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് ഒന്ന് ചെറുതായിട്ട് പറയാം. സോ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ, ഇപ്പോൾ പ്രണീത് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നടത്തുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ ഈ പ്രണീത് മോർ എല്ലാവരോടും ചോദിക്കുകയായിരുന്നു, ഇപ്പോൾ അവരുടെ ഡേറ്റിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ഹിമാൻഷു ജംഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അയാളുടെ ഡേറ്റിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ സംസാരിച്ചത് ഇങ്ങനെയാണ്: ഇപ്പോൾ അയാളൊരു ഡേറ്റിന് പോയി, ആ ഡേറ്റിൽ വന്ന പെൺകുട്ടി അവരൊരു കുറച്ചു നേരം സംസാരിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി കഴിക്കാൻ പോകുന്നു. ഈ ബിരിയാണിക്ക് അയാൾ കൊടുത്തതായിട്ട് പറയുന്ന വിലയാണ് ഈ പറഞ്ഞ 370 രൂപ. അപ്പോൾ അയാൾ പറയാണ്, ഇപ്പോൾ ഞാൻ അത്രയും പൈസ ചിലവാക്കിയില്ലേ, അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മുതലാവണ്ടേ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വൾഗറാണ്. ഐ ഡോണ്ട് തിങ്ക് ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ ഒരു ന്യൂസ്. അപ്പോൾ ഇതിനെതിരെ കുറേ കാര്യങ്ങളൊക്കെ വന്നു. ഇതിൽ ഉള്ള എത്തിക്കലായിട്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പോൾ അയാളുടെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ, അല്ലെങ്കിൽ അതിലുള്ളൊരു മൊറാലിറ്റീൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധത, ഇപ്പോൾ മിസോജനി നമുക്ക് പറയാം, സ്ത്രീ വിരുദ്ധതയെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിങ്ങൾ ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിലെ സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മൊറാലിറ്റി ഇഷ്യൂസിനെ കുറിച്ചോ ഒന്നല്ല. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു കോർപ്പറേറ്റ് സൈഡാണ്. ഇപ്പോൾ കോർപ്പറേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആകുമ്പോൾ, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഏതെങ്കിലും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഭ്രാന്തൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇന്റർനെറ്റ് വിവാദങ്ങളെ അപ്പാടെ മാറ്റി നിർത്തുകയാണ്. കാരണം അതിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങളുടെ ഈ വീക്കെൻഡ് ഡാർക്ക് കോമഡികൾ ചിലപ്പോൾ നിങ്ങളെ കോർപ്പറേറ്റ് വേൾഡിൽ നിന്ന് തന്നെ പുറത്തേക്ക് എടുത്തിടാനുള്ള ഒരു റീസൺ ആയിട്ട് മാറാൻ പറ്റും. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഹിമാൻഷു ജംഗ്ര വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമായിട്ടുള്ള സ്റ്റാർവിക് ഡിസൈനിന്റെ ഹെഡായിട്ടുള്ള വിവേക് വിശ്വകർമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം രാവിലെ എണീച്ച് നോക്കുമ്പോൾ, ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ കമ്പനിയുടെ പേരും അതിലൊരു എംപ്ലോയിയുടെ പേരും ഒരു ന്യൂസിന്റെ ഹെഡ്ലൈൻസ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ മൊത്തത്തിൽ ന്യൂസിൽ ഈ ഒരു പേരുകളാണ് മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള കുറേ മീമുകൾ, കുറേ ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കിട്ടിയത്, അല്ലെങ്കിൽ ഈ ന്യൂസിൽ അയാളുടെ കമ്പനിയുടെ പേര് വന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള റീസൺ അല്ല. സീരിയസ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഇഷ്യൂവിൽ അയാളുടെ എംപ്ലോയി അല്ലെങ്കിൽ അയാളുടെ കമ്പനിയുടെ പേര്, അയാളുടെ എംപ്ലോയിയുടെ പേര് വരികയാണ് നാഷണൽ മീഡിയയിൽ. സോ നമ്മൾ ആ സ്ഥാനത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? അത് തന്നെയാണ് അദ്ദേഹവും ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ പേര് ഈ തലക്കെട്ടുകളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അവാർഡ് കിട്ടിയനല്ല, നേരെ മറിച്ച് അയാളുടെ ഒരു എംപ്ലോയി വളരെ മോശമായ രീതിയിൽ ഒരു പബ്ലിക് സ്റ്റേജിൽ ഒരു കോമഡി ഷോയിൽ ചെന്ന് സംസാരിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പം ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി അയാളെ പിരിച്ചുവിടും. കാരണം നാഷണൽ മീഡിയയിൽ അങ്ങനെ ഒരു ന്യൂസ് വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് അയാളെ പിരിച്ചുവിട്ടേ പറ്റുള്ളൂ, എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആളുകൾ കമ്പനിയെയും ചേർത്ത് വിമർശിക്കും. അപ്പോൾ ഈ വിവേക് വിശ്വകർമ്മ ചെയ്തതും അത് തന്നെയാണ്, അയാളെ പിരിച്ചുവിട്ടു. ഇപ്പോൾ ഇതിന് കുറേ ന്യായീകരണങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ എന്ത് ചെയ്താലും, ഇപ്പോൾ നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ട് എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. സോ അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഇയാളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വന്നു. ഇപ്പോൾ അത് ഒരു കോമഡി ഷോ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡപ്പ് കോമഡി ആയിരുന്നില്ലേ, അത് അങ്ങനെ ഒരു വേദിയായിരുന്നു, അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ ഇതൊന്നും നമുക്ക് മോശമായിട്ട് ഒരു കാര്യത്തെ ചിത്രീകരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ ഒന്നും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഒന്നും അല്ല. നമ്മൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത്രയും മോശമായിട്ട് സംസാരിച്ച ഒരു കാര്യത്തിനെ നമുക്ക് ഒരിക്കലും ഒരു തമാശയായിട്ടൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരുപാട് ഇതിനെ എതിർത്തും അല്ലെങ്കിൽ ഇതിനെ അനുകൂലിച്ചിട്ടും ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ അതിനെ തുടർന്ന് വരികയുണ്ടായി. ഇപ്പോൾ അയാളെ പിരിച്ചുവിട്ടില്ല എന്ന് തന്നെ വെക്കാം. അയാളിപ്പോൾ ആ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ബാക്കിയുള്ള സ്ത്രീകളായിട്ടുള്ള എംപ്ലോയീസിനൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് അറിയില്ല, അയാളുടെ ബിഹേവിയർ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് അത് ഓക്കെ ആയിരിക്കും.
അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണോ ആ ഒരു വേദിയിൽ പെരുമാറിയത് എന്നുള്ളതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ അയാൾക്ക് അത് ഓക്കെ ആയിരിക്കും. പക്ഷെ ആ കമ്പനിയിലുള്ള മറ്റ് സ്ത്രീകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നീട് അയാൾ ആ ഓഫീസിലേക്ക് ചെല്ലുന്ന സമയത്ത് ഓഫീസിലുള്ള ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡെക്കോറം ഒക്കെ കീപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായാലും അവർ ഒരു സർട്ടൻ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് കമ്പനീസ് എപ്പോഴും സേഫ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ സ്ത്രീവിരുദ്ധത ഉണ്ട്, ചില ടോക്സിക് മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാ കമ്പനീസിനെയും അങ്ങനെ ഒരുപോലെ പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിന് എതിരായിട്ട് എന്ത് സംഭവിച്ചാലും കമ്പനീസ് ഇങ്ങനെയുള്ള ആക്ഷൻസ് ആയിരിക്കും എടുക്കുക. ഇതിൽ ഈ ഹിമാൻഷു പറഞ്ഞ ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. അതായത് സ്വയം അങ്ങനെ ഒട്ടും ചിന്തിക്കാതെ അത്തരം കാര്യങ്ങൾ ഒരു പബ്ലിക് വേദിയിൽ പറഞ്ഞതിന് ശേഷം അന്തരീക്ഷത്തിന് പഴിചാരുക. ഇപ്പോൾ മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, സ്വയം കഴിവുകേട് മറച്ചു വെക്കാൻ യന്ത്രങ്ങളിൽ പഴിചാരുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. നമ്മൾ ഏതൊരു സിനിമയിലുള്ളൊരു ഡയലോഗ് ഉണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്. ഇപ്പം ഈ ഫസ്റ്റ് CEO ആയിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിട്ട് ഈ വിവേക് പറയുന്നത്, അവിടുത്തെ അന്തരീക്ഷം അങ്ങനെയായിരുന്നു, എല്ലാവരും കൈയടിക്കാനൊക്കെ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് കുറെ കൈയടിയും കുറെ മോട്ടിവേഷനും ഒക്കെ കിട്ടി, അതിൽ നിന്ന് ഞാൻ അധികം സംസാരിച്ചു പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അതൊരിക്കലും നമുക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ലല്ലോ. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഡാർക്ക് കോമഡി, ക്രൗഡ് മെന്റാലിറ്റി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ന്യായീകരണങ്ങൾ ഒരിക്കലും നമുക്കൊരു പരിധിയിൽ കൂടുതൽ ആ ന്യായീകരണങ്ങൾ നമ്മൾ ഒരിക്കലും രക്ഷിക്കാൻ പോകുന്നില്ല. ഒരു മുറി നിറയെ ഇരുന്നിട്ട് ആൾക്കാർ നിങ്ങൾ പറയുന്ന എന്ത് കോമഡിക്കും കൈയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡോപ്പമൈൻ ഹിറ്റ് വരും. ഈ ഡോപ്പമൈൻ ഹിറ്റ് വന്നിട്ട് നിങ്ങൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്, അതിൻ്റെ മുകളിലേക്ക് കയറി പോവുകയാണ് എന്നുള്ളപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. കാരണം ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരൊന്നും നിങ്ങളുടെ EMI വന്ന് അടയ്ക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ഈ പറയുന്ന ഡയലോഗുകൾ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്ന ആ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഒരിക്കലും നിങ്ങൾക്ക് സാലറി അപ്രൈസൽ തരാൻ പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം നല്ലവനായിട്ട് നടിക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇങ്ങനത്തെ ഒരു പബ്ലിക് സ്റ്റേജിൽ പോകുമ്പോൾ നടക്കൂല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ബോധവാനായിട്ട് വേണമായിരുന്നു ഈ പറഞ്ഞ ആൾ അവിടെ പെരുമാറാൻ വേണ്ടിയിട്ട്. അതാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിക്ക് നമ്മളെ വേണമെങ്കിൽ എടുത്ത് പുറത്തിടാം. ഇഷ്ടം പോലെ ജോലി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് മാർക്കറ്റിലാണ് ഇന്നുള്ള ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പോയിട്ട് വായ തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അതൊരു ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. ഭയങ്കര ഈസി ആയിട്ട് നിങ്ങളുടെ ജോലി പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഹരികൃഷ്ണൻ എന്നുള്ള പേര് വെച്ചിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ചിലപ്പോൾ എനിക്ക് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടുള്ള ഫോട്ടോസ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് വരുമായിരിക്കും. അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സെയിം പേരുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്, അവരുടെയൊക്കെ ഫോട്ടോസ് ആയിരിക്കും വരിക. പക്ഷേ നിങ്ങൾ ഹിമാൻഷു വെബ് ഡെവലപ്പർ എന്ന് അടിച്ചിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഫോട്ടോ ആണ് വരിക. പക്ഷെ അത് അയാൾ എങ്ങനെ ഫേമസ് ആയതുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അയാൾ കുപ്രസിദ്ധിയാണ് ഇതിലൂടെ ആർജിച്ചത്. ഇപ്പം അയാളുടെ ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ മീഡിയ, അയാൾക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ബാനേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മീം മെറ്റീരിയൽസ്, ഇങ്ങനത്തെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ ഈ ആർജിച്ചിട്ടുള്ള ഒരു കുപ്രസിദ്ധി ഈ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ്, ഇപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഡിജിറ്റൽ ഫുട് പ്രിന്റ് ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് പഴയ അതിൻ്റെ വീഡിയോ ക്ലിപ്പിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ്, ന്യൂസിൻ്റെ കട്ടിങ്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആൾക്കാർ അതിനെ അപ്പം തന്നെ പൊളിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയത്ത് നിങ്ങളൊരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആൾക്കാർ ചെക്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹിമാൻഷു ഗാഗ്രൻ്റെ കാര്യം എടുത്താൽ തന്നെ ഇയാൾക്കിനി വേറൊരു കോർപ്പറേറ്റ് ജോലി കിട്ടലൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം എല്ലാവരും അല്ലെങ്കിൽ ഒന്നുകിൽ ഇയാൾ നാട് വിടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ കാലം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി നിന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നോക്കേണ്ട അവസ്ഥ വരുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫുട് പ്രിൻ്റ്, ഇങ്ങനെയുള്ളൊരു ബാഡ് ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് ലീവ് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും
ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഹയർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഒരാളെ കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ള ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഭയങ്കരമായിട്ട് ഒരു സ്വാധീനിക്കുന്ന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങളിപ്പോൾ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലാണ്, ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു പ്രൊഫഷണലാണ്, നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇത്. അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു ചീപ്പ് റീച്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു വലിയ ബ്ലാക്ക് മാർക്ക് നിങ്ങളുടെ കരിയറിൽ തന്നെ വീഴാൻ സാധ്യതയുള്ള ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാവരും കാണുന്ന പ്ലാറ്റ്ഫോംസിൽ, സോഷ്യൽ മീഡിയകളിൽ അല്ലെങ്കിൽ ന്യൂസിൽ നിങ്ങളുടെ പേര് ഇങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ളൊരു കാര്യത്തിന് അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു കാര്യത്തിന് വരുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാക്കിയേക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യത്തിന് ലൈക്ക് അടിക്കാനും ചിരിക്കാനും ഇമോജീസ് ഇടാനൊക്കെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ കേസിൽ പറഞ്ഞ പോലെ ഇതിൽ ഒരു കൊമേഡിയൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടാവുമായിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ടെർമിനേഷൻ ലെറ്റർ കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഒരു മൈക്ക് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ബോധം നമുക്ക് ഉണ്ടാവണം. ആദ്യം നമ്മൾ പണിയെടുത്ത് ജീവിക്കാൻ പഠിക്കണം. അതിനുശേഷം ഡാർക്ക് കോമഡിയൊക്കെ ചെറുതായിട്ടാവാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനലിൽ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ കാണാൻ ശ്രമിക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ബൈ ഫ്രം ബാംഗ്ലൂർ പ്രാന്തൻ.